പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവിന്റെ ജീവിതത്തിൽ ഒടുവിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ്. ബെന്നിച്ചന്റെ മുന്നിലൊരിക്കലും പെടരുത് എന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് മീനുവിന്റെ അമ്മ. അങ്ങനെ മുന്നിലേക്ക് വന്നു പെട്ടാൽ കാര്യങ്ങളെല്ലാം പുറത്താകും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ഇതേ തുടർന്ന് ഒളിച്ച് നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ബെന്നിച്ചന്റെ മുൻപിലേക്ക് വീണ്ടും ചെന്നുപെടുന്നത്. ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിപ്പെടുകയാണ്. ബെന്നിച്ചന്റെ സംശയം മുറുകുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് ബെന്നിച്ചൻ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായി ബെന്നിച്ചൻ മീനുവിൻ്റെ അമ്മയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുവെങ്കിലും അതിന് പറ്റാത്ത അവസ്ഥ വന്നതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ നേരിടുന്നതിനായി തയ്യാറായി അവർ മുന്നിലേക്ക് വരുന്നു. ഇതോടെ ബെന്നിച്ചൻ എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണോ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മീനുവിൻ്റെ അമ്മ. ഇതേ തുടർന്ന് പണ്ട് ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് കൈമാറിയിരുന്നു. ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇപ്പോഴെന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇല്ല എന്നുള്ള കാര്യം പറയുകയാണ് മീനുവിൻ്റെ അമ്മ. ഇത് കേട്ടതിനെ തുടർന്ന് അപ്പോൾ എൻ്റെ സംശയം തെറ്റിയില്ല അല്ലേ? ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോകുന്ന അവർ ബെന്നിച്ചനോട് കാര്യങ്ങൾ പുറത്തു പറയരുത് എന്ന് അപേക്ഷിച്ചിരിക്കുകയാണ്. സത്യങ്ങൾ എല്ലാവരും അറിയുകയാണ് എങ്കിൽ ആകെ പ്രശ്നമാകുമെന്നും അതുകൊണ്ട് തന്നെ ബെന്നിച്ചൻ എന്നെ സഹായിക്കണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ബെന്നിച്ചൻ പൊട്ടിച്ചിരിച്ചിരിക്കുകയാണ്. എനിക്ക് അതിന് സാധിക്കുകയില്ല. കാരണം എനിക്ക് പൈസ നൽകിക്കൊണ്ട് കുറച്ചു പേർ എൻ്റെ പിന്നിലുണ്ട്. മാത്രവുമല്ല, മീനുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ശിവരഞ്ജിനിക്ക് അറിയണമെന്നുണ്ട്. ശിവരഞ്ജിനിയുടെ സഹോദരിയും ഈ രഹസ്യം കണ്ടെത്തുന്നതിന് തന്നെയാണ് ശ്രമിക്കുന്നത്. ഈ കാര്യങ്ങൾ ഇനി പുറത്തറിയാതിരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ബെന്നിച്ചന്റെ കാല് പിടിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. മീനു എൻ്റെ മകൾ തന്നെയാണ്. അത് അങ്ങനെ തന്നെ വേണം. മറ്റൊരു വിധത്തിലും ആളുകൾ ഇതേപ്പറ്റി സംസാരിക്കാൻ ഇടയാവരുത് എന്നും എൻ്റെ മകളെ എനിക്ക് നഷ്ടമാകരുത് എന്നും പറയുകയാണ് മീനുവിൻ്റെ അമ്മ. ഇത് കേട്ടതിനെ തുടർന്ന് നിങ്ങൾ പറഞ്ഞത് എങ്ങനെ ശരിയാകും? മീനു നിങ്ങളുടെ മകളല്ലല്ലോ. അതിനുള്ള തെളിവുകളെല്ലാം എൻ്റെ പക്കലുണ്ട്. ഇത് കേൾക്കുന്ന മീനുവിൻ്റെ അമ്മ ആ തെളിവുകളൊന്നും അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. മീനു എൻ്റെ മകളാണ്, ശിവരഞ്ജിനിയുടെ മകളല്ല. ഞാനാണ് അവളെ ചെറുപ്പം മുതൽ വളർത്തി വലുതാക്കിയത്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് വേണ്ടി ആ അവകാശങ്ങൾ വിട്ടുകൊടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ് ബെന്നിച്ചൻ. മാത്രവുമല്ല, ഇനി എന്തായാലും അവകാശങ്ങൾ കോടതിയിൽ തെളിയിച്ചാൽ മതി എന്ന് പറയുന്ന ബെന്നിച്ചൻ ശിവരഞ്ജിനിയുടെ മകളാണ് മീനു എന്നുള്ള സത്യം ഈ ലോകം ഉടൻ തന്നെ അറിയും എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഏറ്റതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു. ഒരിക്കലും താൻ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന മീനുവിൻ്റെ അമ്മ ഇനിയും ഈ രഹസ്യങ്ങൾ മറച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. എത്രയൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും സത്യങ്ങൾ ഒരു നാൾ പുറത്തു വരും. അത് സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ
ഇനിയും ഇതിൻ്റെ പേരിൽ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് യാതൊരു ഉപകാരവും എനിക്ക് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മീനുവിനോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ്. പക്ഷേ ഇതേ സമയമാകട്ടെ കാര്യങ്ങളെല്ലാം അറിയുന്ന ബെന്നിച്ചൻ ശിവരഞ്ജിനിയുടെ സഹോദരിയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയാനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന അയാൾ സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ബെന്നിച്ചനോട് ഞാൻ അന്ന് അന്വേഷിക്കാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ആയോ എന്ന് ചോദിച്ചിരിക്കുകയാണ് അവർ. ഇതോടെ സത്യങ്ങളെല്ലാം ബെന്നിച്ചൻ കണ്ടെത്തിയിട്ട് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയുകയും എല്ലാ സത്യവും എനിക്ക് മനസ്സിലായി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ എന്താണ് കാര്യമെന്ന് ചോദിച്ചതിനെ തുടർന്ന് ശിവരഞ്ജിനി പ്രസവിച്ച ആ കുഞ്ഞ് തന്നെയാണ് ഇപ്പോൾ മീനു എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അവർ. ഇതോടെ ഇനി കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെട്ട് തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം മീനുവാകട്ടെ ഈ കാര്യം അറിയാതെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇനിയും മൂടി വയ്ക്കാൻ തയ്യാറാവില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന മീനുവിൻ്റെ അമ്മ മീനുവിനെ ചെന്ന് കാണുകയും മീനുവിനോട് ഞാനൊരു സത്യം പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഇതോടെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് മീനു ചോദിച്ചതിനെ തുടർന്ന് നീ അറിയാത്ത ഒരു രഹസ്യമുണ്ട്. വർഷങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ രഹസ്യം. ഇനിയെങ്കിലും നിന്നോട് ആ കാര്യം എനിക്ക് പറയണം. ഞാനല്ല നിന്റെ അമ്മ എന്നുള്ള കാര്യം തുറന്ന് പറയുകയാണ് മീനുവിനോട്. ഇത് മീനുവിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.